മധ്യപ്രദേശിലെ ഇൻഡോർ ഡിസ്ട്രിക്റ്റിൽ അനിൽ ചൗധരി ഭാനു ദമ്പതികൾ ജീവിക്കുകയാണ്. അനിലിന് 45 വയസ്സ്, ഭാനുവിന് 40 വയസ്സ്. വളരെ സ്നേഹമുള്ള ഒരു കുടുംബം. അവർക്കൊരു മകൾ. ഇവർക്ക് വിവാഹം കഴിഞ്ഞ 22 വർഷമായി. ഇവരുടേത് ഒരു പ്രണയ വിവാഹമായിരുന്നു. രണ്ടുപേരും പ്രണയിച്ചുകൊണ്ടിരുന്ന സമയത്ത് രണ്ട് വീട്ടുകാരും ഇവരുടെ പ്രണയം അംഗീകരിച്ചില്ല. എന്നാൽ വീട്ടുകാരുടെ സമ്മതം ഇല്ലെങ്കിലും പ്രശ്നമില്ല, ഞങ്ങളുടെ പ്രണയത്തിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്, ഞങ്ങൾ തന്നെ ഞങ്ങളുടെ ജീവിതം നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ് 22 വർഷങ്ങൾക്ക് മുൻപ് ഇവർ രജിസ്റ്റർ മാരേജ് ചെയ്തു. പിന്നീട് ഒരു വീട് വാടകയ്ക്കെടുത്ത് ജീവിക്കാൻ തുടങ്ങി. അടുത്ത 2 വർഷത്തിൽ അവർക്കൊരു പെൺകുഞ്ഞ് ജനിച്ചു. അവൾക്ക് മോനിക എന്ന പേര് കൊടുത്തു. തങ്ങളുടെ സ്നേഹം മുഴുവനും ആ കുഞ്ഞിന് മാത്രം ലഭിച്ചാൽ മതി, മറ്റൊരു കുഞ്ഞ് വേണ്ട എന്നവർ തീരുമാനിച്ചു. ഒരു അച്ഛനും അമ്മയും എന്ന നിലയിൽ തങ്ങളുടെ സ്നേഹവും ലാളനയും ഒരു കുഞ്ഞിന് മാത്രം നൽകണം എന്നവർ ആഗ്രഹിച്ചു. പിന്നീട് മറ്റൊരു കുഞ്ഞിനു വേണ്ടി അവർ ശ്രമിച്ചതേയില്ല. ആ കുഞ്ഞ് ജീവിതത്തിൽ വന്നതിനു ശേഷം ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായി. അനിലിന് ഒരേ ഒരു കാര്യം മാത്രം മനസ്സിലായി. ഇതുവരെയും ഭാര്യ ഭർത്താക്കന്മാരായി ലഭിക്കുന്നത് വെച്ച് ജീവിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഒരു കുഞ്ഞിനെ സംരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും പണം അത്യാവശ്യമാണ്. ഭാവിയിൽ ആ കുഞ്ഞിന് നമ്മൾ എന്തെങ്കിലും ചേർത്ത് വെക്കണം. അവൾക്ക് നല്ലൊരു ഭാവി നമ്മൾ നൽകണം. അതിനായി അനിൽ ഒരു പ്രധാനപ്പെട്ട തീരുമാനമെടുത്തു. ഭാര്യയും കുഞ്ഞും ഇവിടെ ഇന്ത്യയിൽ തന്നെ ജീവിക്കട്ടെ, നമുക്ക് ഗൾഫ് കൺട്രീസിൽ എവിടെയെങ്കിലും പോയി ജോലി ചെയ്യാം. എത്ര കഷ്ടപ്പെട്ടായാലും പ്രശ്നമില്ല, അവിടെ ലഭിക്കുന്ന പണം ഇന്ത്യയിൽ വലിയൊരു തുകയാണ്. ഭാര്യയ്ക്ക് അത് അയച്ചു കൊടുത്താൽ അവർ നല്ലൊരു ജീവിതം അവിടെ നയിക്കും. അദ്ദേഹം ചിന്തിച്ചതുപോലെ ഗൾഫിൽ അദ്ദേഹത്തിന് നല്ലൊരു ജോലി ലഭിച്ചു. 6 മാസത്തിൽ ഒരു തവണ ഭാര്യയും കുഞ്ഞിനെയും കാണാനായി ലീവ് എടുത്ത് ഇന്ത്യയിലേക്ക് വരും. 15 മുതൽ 1 മാസത്തെ ലീവ് എടുത്ത് വരും. തിരികെ വീണ്ടും ഗൾഫിലേക്ക് പോകും. മനസ്സില്ല മനസ്സോടെയാണെങ്കിലും അദ്ദേഹം അവിടെ നിന്ന് തിരികെ ഗൾഫിലേക്ക് പോകും. ഇങ്ങനെ അവരുടെ ജീവിതത്തിൽ 20 വർഷം കടന്നുപോയി. 20 വർഷത്തിൽ താൻ സമ്പാദിക്കുന്നതെല്ലാം ഭാര്യയായ ഭാനുവിന് അയച്ചു കൊടുത്തു. അവളും എല്ലാ പണവും ചേർത്ത് വെച്ച് സ്വന്തമായി ഒരു വീട് പണിയുന്നു. കുറച്ച് പണം സേവ് ചെയ്ത് ഒരു നല്ല ഭാര്യയായി എന്തൊക്കെയാണോ ചെയ്യേണ്ടത് അതെല്ലാം ചെയ്തു. ഇങ്ങനെ എല്ലാം നന്നായി പോവുകയായിരുന്നു. എല്ലാവർക്കും നല്ല സന്തോഷം, സമാധാനം. അപ്പോഴാണ് ഭാനുവിന് ഒരു കാര്യം മനസ്സിലായത്. തൻ്റെ മകളായ മോനിക +2 കഴിഞ്ഞ് ഡിഗ്രി പഠിക്കാനായി ഒരു കോളേജിൽ ജോയിൻ ചെയ്തു. അവൾ എന്ത് പഠിക്കണമെന്ന് ആഗ്രഹിച്ചോ, ഏത് കോളേജിൽ പഠിക്കണമെന്ന് ആഗ്രഹിച്ചോ എല്ലാം അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തു കൊടുത്തു. പക്ഷേ മകൾ കോളേജിൽ പഠിക്കാൻ പോകുന്നു എന്ന് കള്ളം പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങുകയും മറ്റൊരാളുമായി ബൈക്കിൽ കറങ്ങി നടക്കുകയാണ് എന്ന് അയൽവാസികളിൽ ചിലർ ഭാനുവിനോട് പരാതി പറഞ്ഞു. ഇത് കേട്ടതും ഭാനുവിന് അത്രത്തോളം സങ്കടവും അപമാനവും തോന്നി. മകളിൽ വല്ലാത്ത ദേഷ്യം തോന്നി. സ്വന്തം അച്ഛൻ കഷ്ടപ്പെട്ട് പണമുണ്ടാക്കുന്നു, വീട്ടിലെ അവസ്ഥ എല്ലാം തന്നെ അവൾക്കറിയാം. എന്നിട്ട് പോലും നമുക്ക് പോലും അറിയാതെ പഠിക്കുന്നതിന് പകരം മറ്റൊരാളുമായി കറങ്ങി നടക്കുന്നല്ലോ എന്ന് ചിന്തിച്ച് മോനിക വീട്ടിലെത്തിയതും അവളെ അടിക്കാൻ തുടങ്ങി. അപ്പോഴാണ് മോനിക അവളുടെ പ്രണയത്തിൽ എത്രത്തോളം ശക്തിയാണെന്ന് മനസ്സിലായത്. മോനികയ്ക്ക് വെറും 19 വയസ്സാണ്. ഇപ്പോഴാണ് കോളേജ് ഫസ്റ്റ് ഇയർ ജോയിൻ ചെയ്തത്. എന്നാൽ കോളേജിൽ കൂടെ പഠിക്കുന്നയാളെയാണോ പ്രണയിക്കുന്നത് എന്ന് ചോദിച്ചാൽ അല്ല. അവരുടെ വീടുള്ള ആ ഏരിയ, അവിടെ ഒരു കടയിൽ മാർക്കറ്റിംഗ് ജോലി നോക്കുന്ന ഒരാളെയാണ് പ്രണയിച്ചത്. അവന്റെ പേര് പവൻ. അവൻ 25 വയസ്സ്. രണ്ടുപേരും കടയിൽ പരസ്പരം കണ്ടുമുട്ടി സംസാരിക്കാൻ തുടങ്ങി. മൊബൈൽ നമ്പർ കൈമാറി. രണ്ടുപേർക്കുമിടയിൽ മ്യൂച്വൽ ഫ്രണ്ട്സ് ഒരുപാട് പേരുണ്ട്. അതിലൂടെ അവരുടെ കോണ്ടാക്ട് വളരെ സ്ട്രോങ് ആകാൻ തുടങ്ങി. സംസാരിക്കും തോറും പ്രണയിക്കാനും തുടങ്ങി. പ്രണയിച്ചതിന് ശേഷം അവൻ സ്വന്തം ബൈക്ക് എടുത്തു കൊണ്ടുവന്ന് മോനികയെ വിളിച്ചുകൊണ്ട് പല സ്ഥലങ്ങളിൽ കറങ്ങാൻ പോകും. അവർ വളരെ സന്തോഷമായിരുന്നു. എന്നാൽ അക്കാര്യമായിരുന്നു അമ്മയായ ഭാനുവിന് അംഗീകരിക്കാൻ സാധിക്കാത്തത്. മോനികയോട് എത്ര ഉപദേശിച്ചിട്ടും അവൾ അതിൽ നിന്നും പിന്മാറാൻ തയ്യാറായില്ല. ഞങ്ങളെ എങ്ങനെയെങ്കിലും വിവാഹം കഴിപ്പിക്കണം, എനിക്ക് അവനെ തന്നെ വിവാഹം കഴിപ്പിച്ച് നൽകണമെന്ന് മോനിക ആവശ്യപ്പെട്ടു. ആ സമയം ഭാനുവിന് തങ്ങളുടെ ജീവിതമായിരുന്നു ഓർമ്മ വന്നത്. എത്രയോ വർഷങ്ങൾക്ക് മുൻപ് ഞാനും അനിലും ഇതുപോലെയാണ് പ്രണയിച്ച് വീട്ടുകാരുടെ മുൻപിൽ ചെന്ന് നിന്നത്. പക്ഷെ മാതാപിതാക്കൾ അത് സമ്മതിച്ചില്ല. തുടർന്ന് എത്രയോ കഷ്ടപ്പാടുകൾ കടന്ന് ഈ ഒരു അവസ്ഥയിലെത്തി. അതേ അവസ്ഥ എന്റെ മകൾക്ക് വരാൻ പാടില്ല എന്നതിനു വേണ്ടി ഭർത്താവായ അനിലിനെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഒരു ദിവസം അയാൾ ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വന്നു. ഇങ്ങനെ മോനികയുടെ കുടുംബം മുഴുവനും പവന്റെ വീട്ടിൽ ചെന്ന് കാര്യം അവതരിപ്പിച്ചു. രണ്ടുപേരും പ്രണയിക്കുന്നുണ്ട്, വിവാഹം കഴിപ്പിക്കണം എന്നാവശ്യപ്പെട്ടു. പവന്റെ വീട്ടിലും എല്ലാം സമ്മതിച്ചു. ആർഭാടമായി അവരുടെ വിവാഹവും കഴിഞ്ഞു. മോനികയോട് അവളുടെ അച്ഛനും അമ്മയും പറഞ്ഞതെല്ലാം ഒരേ ഒരു കാര്യമാണ്, നീ കോളേജിൽ പഠിക്കുകയാണ്,
ദയവ് ചെയ്ത് പെട്ടെന്നൊന്നും ഒരു കുഞ്ഞിനായി ശ്രമിക്കരുത്. നിന്റെ ആഗ്രഹത്തിനു വേണ്ടി ഞങ്ങൾ വിവാഹം കഴിപ്പിച്ചു തന്നു. പക്ഷെ പഠിത്തം അവസാനിച്ച് ജോലി കിട്ടിയതിനു ശേഷം മാത്രം ഒരു കുഞ്ഞിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി എന്ന് പറഞ്ഞു. മോനികയ്ക്കും അത് തന്നെ ശരിയെന്ന് തോന്നി. അങ്ങനെ അടുത്ത ദിവസം മുതൽ അവൾ കോളേജിൽ പോകാൻ തുടങ്ങി, പഠിത്തത്തിൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഇതേ സമയം മോനികയുടെ അച്ഛനും അമ്മയും പവന്റെ കുടുംബത്തോടും പറഞ്ഞു, മോനിക കോളേജിൽ പഠിക്കുകയാണ്. അവളുടെ പഠിത്തം അവസാനിക്കുന്നതുവരെയും ഞങ്ങളുടെ വീട്ടിൽ തന്നെ ആയിരിക്കും. പഠിത്തം അവസാനിച്ചതിനു ശേഷം അവളുടെ ഇഷ്ടം എന്താണോ അതുപോലെ തന്നെ ചെയ്യുക. അവൾക്ക് എവിടെ വേണമെങ്കിലും താമസിക്കാം. അതുവരെയും പവന് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്ന് അവളെ കാണാവുന്നതാണ്. അതല്ലാതെ ഞങ്ങൾ ഒന്നും തന്നെ ചോദിക്കില്ല എന്ന ഒരേയൊരു നിബന്ധനയോടുകൂടിയാണ് ഈ കല്യാണം കഴിഞ്ഞത്. ഇക്കാര്യങ്ങളെല്ലാം പവന്റെ വീട്ടിലും സമ്മതിച്ചു. വിവാഹശേഷം മോനിക സ്വന്തം വീട്ടിൽ തന്നെ താമസമാക്കി. അവളെ കാണാൻ പവൻ ആ വീട്ടിൽ വരും. ഇങ്ങനെ അവരുടെ ജീവിതവും വളരെ നന്നായി പോയിക്കൊണ്ടിരുന്നു. വിവാഹം കഴിഞ്ഞ് ചില ദിവസത്തിൽ അനിലും തിരികെ ഗൾഫിലേക്ക് തന്നെ പോയി. അങ്ങനെ 2022 ഓഗസ്റ്റ് മാസം 10-ാം തീയതി ഇവരുടെ കുടുംബത്തിൽ ആരും ചിന്തിച്ചു നോക്കാത്ത ഒരു സംഭവം ഉണ്ടായി. പവൻ എപ്പോഴത്തെയും പോലെ തന്റെ ഭാര്യയെ കാണാൻ കുറച്ചു ദിവസം ഭാര്യ വീട്ടിൽ താമസിച്ചു. അവളും കോളേജിൽ പോയി. ഇപ്പൊ വീട്ടിലുള്ളത് പവനും അവന്റെ അമ്മായിയമ്മയും മാത്രമാണ്. പെട്ടെന്ന് വൈകുന്നേരം ഒരു 4 മണിക്ക് അവരുടെ വീടിന്റെ കോളിംഗ് ബെൽ ആരോ അടിച്ചു. ഭാനു ചെന്ന് കതക് തുറന്നു. ഭാനു കതക് തുറന്നതും അവൾ കണ്ട കാഴ്ച അവൾക്ക് വിശ്വസിക്കാൻ കഴിയാത്തതായിരുന്നു. അവൾ നിലവിളിച്ച് കരയാൻ തുടങ്ങി. പെട്ടെന്ന് ഈ ശബ്ദം കേട്ട് പവൻ മുറിയിൽ നിന്നും പുറത്തേക്ക് വരുന്നു. ആ ഒരു കാഴ്ച കണ്ട് പവനും നിലവിളിക്കാൻ തുടങ്ങി. ഇവരുടെ രണ്ടുപേരുടെയും ശബ്ദം കേട്ട് ചുറ്റുമുള്ള ആളുകളെല്ലാം ഓടിക്കൂടി. അവർക്കും അത് കണ്ടപ്പോൾ വലിയ ഞെട്ടലായി. വീടിന് മുൻപിൽ ഒരു ഡെഡ് ബോഡി. അത് മറ്റാരുമല്ല, അനിൽ ചൗധരിയുടേത്. ഗൾഫിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന അതേ അനിൽ ചൗധരിയുടെ ഡെഡ് ബോഡിയായിരുന്നു ആ വീടിന് മുൻപിൽ വൈകുന്നേരം 4 മണിക്ക് കിടന്നിരുന്നത്. ഇപ്പോൾ ആർക്കും എന്ത് ചെയ്യണമെന്നേ അറിയില്ല. അദ്ദേഹത്തിന് ബോധമുണ്ടോ എന്ന് നോക്കുന്നു, ശ്വാസം വിടുന്നുണ്ടോ എന്ന് നോക്കുന്നു. പക്ഷെ അനിൽ ചൗധരി ഇതിനകം മരിച്ചിരുന്നു. എന്ത് സംഭവിച്ചു എന്ന് ആർക്കും അറിയില്ല. ഇത് ആരിവിടെ കൊണ്ടുവന്നിട്ടിട്ട് പോയി എന്നും അറിയില്ല. എല്ലാവർക്കും ആദ്യം വന്നത് ഗൾഫിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന അനിൽ എപ്പോഴാണ് നാട്ടിലേക്ക് വന്നത്. ഉടൻ തന്നെ ചുറ്റുമുണ്ടായിരുന്ന ആളുകളിൽ ചിലർ പോലീസിനെ വിളിച്ചു. പോലീസ്, ആംബുലൻസ്, ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് എല്ലാവരും വന്നു. ഡെഡ് ബോഡി തൊട്ടടുത്തുള്ള ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ അയച്ചു. ഇയാൾ എപ്പോ ഫ്ലൈറ്റിൽ നിന്നും ഇറങ്ങി, എപ്പോഴാണ് ഗൾഫിൽ നിന്ന് വന്നത്, ഈ വിവരങ്ങൾ പരിശോധിക്കുമ്പോഴാണ് അയാൾ മരിച്ച അതേ ദിവസം തന്നെയാണ് അയാൾ ഗൾഫിൽ നിന്നും വന്നത്. അദ്ദേഹം വന്ന ഫ്ലൈറ്റ്, ചെക്ക് ഇൻ ചെയ്ത പാസ്പോർട്ട്, എല്ലാ കാര്യങ്ങളും അയാളുടെ പോക്കറ്റിൽ ഉണ്ടായിരുന്നു. പോലീസിന് ഈ ഒരു കേസ് അന്വേഷിക്കുമ്പോൾ ഏത് ദിശയിലേക്ക് കൊണ്ടുപോകണം, ആരെ സംശയിക്കണം, ആര് കൊന്നു, എന്തിനു വേണ്ടി കൊന്നു, ഒന്നും തന്നെ അറിയില്ല. കുറേയേറെ ചോദ്യങ്ങൾ മാത്രം ഉണ്ടായിരുന്നു. അന്ന് തന്നെയാണ് ഗൾഫിൽ നിന്നും വന്നത്. വന്നയുടൻ തന്നെ അയാളുടെ ഡെഡ് ബോഡി വീടിന് മുൻപിൽ കിടക്കുകയാണ്. അദ്ദേഹം വന്നതുപോലും ആർക്കും അറിയില്ല. അങ്ങനെയാണെങ്കിൽ അയാൾ ഗൾഫിൽ നിന്നും നാട്ടിൽ വന്നതിന് ശേഷം ആദ്യം ആരെയാണ് കണ്ടത്, ആർക്കെല്ലാം വിളിച്ചു? അയാളുടെ ഫോൺ റെക്കോർഡ്സ് എല്ലാം പരിശോധിക്കുന്നു. എന്നാൽ അപ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബത്തിലുള്ളവരെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ. അപ്പോൾ വെറുതെ വന്നതാണോ? മോഷ്ടാക്കൾ ആരെങ്കിലും അദ്ദേഹത്തിന്റെ വസ്തുക്കൾ മോഷ്ടിക്കാനായി അദ്ദേഹത്തെ കൊന്നിട്ടുണ്ടാകുമോ? അങ്ങനെയാണെങ്കിലും കൊന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ അഡ്രസ് എല്ലാം കണ്ടുപിടിച്ച് വീടിന് മുൻപിൽ തന്നെ കൊണ്ടുവന്നിട്ടിട്ട് പോയോ? അങ്ങനെയും മോഷ്ടാക്കൾ ഉണ്ടോ? ആരവരെ കൊന്നിട്ടുണ്ടാകും? ഇവർക്ക് ആരെങ്കിലും ശത്രുക്കളുണ്ടോ? എല്ലാ അന്വേഷണവും ആരംഭിച്ചു. ചുറ്റുമുള്ള അയൽവാസികളെല്ലാം ഒരേ ഒരു കാര്യമാണ് പറഞ്ഞത്. ഇവർ രണ്ടുപേരും പല വർഷങ്ങൾക്ക് മുൻപ് പ്രണയവിവാഹം കഴിച്ചു. ഒരു പക്ഷേ ഇവരുടെ അച്ഛനും അമ്മയും പ്രതികാരം വീട്ടാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാകുമോ? അങ്ങനെ ഒരു സംശയം പോലീസിന് വന്നു. അതിനാൽ അനിലിന്റെ വീട്ടിലും ഭാനുവിന്റെ വീട്ടിലും ചെന്ന് എല്ലാവരോടും കാര്യം അന്വേഷിച്ചു. പക്ഷേ ഇവരുടെ വിവാഹത്തിനും ഇദ്ദേഹം മരിച്ചതിനും യാതൊരു ബന്ധവും ഇല്ല എന്ന് പോലീസിന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ഇയാൾ ഗൾഫിൽ പോയി, ഗൾഫിൽ ഒരുപാട് സമ്പാദിക്കാൻ തുടങ്ങി. ഒരുപക്ഷെ ആരെങ്കിലും ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടുണ്ടാകുമോ, ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാകുമോ, പണത്തിന് വേണ്ടി ആരെങ്കിലും കൊന്നിട്ടുണ്ടാകുമോ? പക്ഷേ അതിനുള്ള യാതൊരു സാധ്യതയും ഇല്ലായിരുന്നു. ഇതിനു മുൻപ് ഇവരെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലുള്ള കോളുകൾ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? അങ്ങനെ വന്നിട്ടില്ല. പോലീസ് ആ വീട് മുഴുവനും പരിശോധിക്കാൻ തുടങ്ങി. എല്ലാം നോർമലാണ്. മോനിക എപ്പോഴത്തെയും പോലെ കോളേജിൽ പോയി. അറ്റൻഡൻസ് രജിസ്റ്ററിൽ അവളുടെ പേരുണ്ട്. മറ്റൊരു ഭാഗത്ത് പവന് അന്ന് കമ്പനി ലീവായിരുന്നു. അവനും അവന്റെ മുറിയിൽ കിടന്നുറങ്ങുകയായിരുന്നു. മറ്റൊരു ഭാഗത്ത് അനിലിന്റെ ഭാര്യയായ ഭാനു അടുക്കളയിൽ ജോലി ചെയ്യുകയായിരുന്നു. പെട്ടെന്ന് കോളിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം കേട്ടു. ഭാനു വന്ന് നോക്കി. പുറത്ത് ഡെഡ് ബോഡി കിടക്കുന്നു. അങ്ങനെ ആ ചുറ്റുമുള്ള CCTV ക്യാമറകൾ പരിശോധിക്കുന്നു. പക്ഷെ അധികം CCTV ക്യാമറകൾ ഇല്ലായിരുന്നു. ഉള്ളതിൽ പോലും ഒരു കാർ വന്നത് കാണുന്നുണ്ട്. അതിനകത്ത് ആരുണ്ടായിരുന്നു, ആരാണ് ഈ ഡെഡ് ബോഡി കൊണ്ടുവന്ന് ഇവിടെ ഇട്ടത്, അങ്ങനത്തെ വിവരങ്ങളൊന്നും ലഭിച്ചില്ല. അതുകൊണ്ട് പോലീസിന് ഇതൊരു വലിയ കുഴപ്പം നിറഞ്ഞ കേസായി തന്നെ മാറി. മറുഭാഗത്ത് അനിലിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു. അയാളെ കഴുത്ത് ഞെരിച്ചു കൊന്നു എന്ന് മനസ്സിലായി. എന്തിന് കഴുത്ത് ഞെരിച്ചു കൊല്ലണം? അതായി പോലീസിന് വന്ന സംശയം.
കൊല്ലണം എന്ന ഉദ്ദേശത്തോടു കൂടി കൊല്ലണം എന്നുണ്ടെങ്കിൽ, പദ്ധതിയിട്ട് കൊല്ലണം എന്നുണ്ടെങ്കിൽ, പ്രതികാരം വീട്ടണമെന്നുണ്ടെങ്കിൽ പല വഴികളുണ്ട്. കത്തി ഉപയോഗിച്ച് കുത്തിക്കൊല്ലാം, അല്ലെങ്കിൽ ഇരുമ്പ് കമ്പിയെടുത്ത് അടിച്ചു കൊല്ലാം. ഇങ്ങനെ പല മാർഗങ്ങളുണ്ട്. പക്ഷെ എന്തുകൊണ്ട് അയാളെ കഴുത്ത് ഞെരിച്ച്, തുണി കൊണ്ട് കഴുത്ത് ഞെരിച്ച് കൊല്ലണം? അതായിരുന്നു പോലീസിന് വന്ന അടുത്ത സംശയം. കൂടാതെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അദ്ദേഹം മരിച്ച സമയം കൃത്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായിരുന്നു പോലീസിന്റെ സംശയം വീണ്ടും വർദ്ധിപ്പിച്ചത്. അയാൾ മരിച്ച സമയം ഉച്ചയ്ക്ക് 3-4 മണിക്കുള്ളിലാണ്. അതായത് ഭാനുവിന്റെ മൊഴി അനുസരിച്ച് നോക്കിയാൽ വീട്ടിലെ കോളിംഗ് ബെൽ അടിച്ചത് വൈകുന്നേരം 4 മണിക്കാണ്. ഇയാൾ വിമാനത്തിൽ നിന്നും ഇറങ്ങിയത് 2 മണിക്കാണ്. 2 മണിക്ക് എയർപോർട്ടിൽ നിന്നും ഇറങ്ങിയ അയാൾ നേരെ വീട്ടിലേക്കാണ് വന്നത്. വീട്ടിലേക്ക് വന്ന ഉടൻ തന്നെ ആരെങ്കിലും അയാളെ കൊന്നോ? അയാൾ മരിച്ചോ? അപ്പോൾ ആരിങ്ങനെ ചെയ്തു? പോലീസിന് വലിയ സംശയമായി. അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ എല്ലാ ദിശയിലും ഈ കേസ് അന്വേഷണം കൊണ്ടുപോയി. ഒരു ഘട്ടത്തിൽ പോലീസ് ചിന്തിച്ചത്, നമ്മൾ പുറത്തന്വേഷിക്കുന്നതിന് പകരം അന്നത്തെ ദിവസം ആ വീട്ടിൽ ആരെല്ലാം ഉണ്ടായിരുന്നു? ഈ ഡെഡ് ബോഡി ആദ്യം കണ്ടത് ഭാര്യയാണ്. ഭാനുവിനെ ചോദ്യം ചെയ്യേണ്ട രീതിയിൽ ചോദ്യം ചെയ്താൽ എന്തെങ്കിലും സത്യം അറിയാമെന്ന് കരുതി കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ തുടങ്ങി. തുടക്കത്തിൽ ഭാനു ഒരേ കാര്യമായിരുന്നു പറഞ്ഞത്. അപ്പോ അദ്ദേഹം എപ്പോ വീട്ടിൽ വന്നു, ആര് കൊന്നു, ഒന്നും തന്നെ ഞങ്ങൾക്കറിയില്ല. ഞങ്ങളും അദ്ദേഹം ഗൾഫിലായിരുന്നു എന്നാണ് ചിന്തിച്ചത്. വീട്ടിൽ വന്നതുപോലും അദ്ദേഹം അറിയിച്ചില്ല എന്ന് പറഞ്ഞു. അപ്പോഴായിരുന്നു പോലീസിന് മറ്റൊരു കാര്യം തോന്നിയത്. ഒരു പക്ഷെ അനിൽ വളരെ സർപ്രൈസായി വീട്ടിലേക്ക് വന്നിട്ടുണ്ടാകും. ആ സമയം ഭാനു എന്തെങ്കിലും തെറ്റ് ചെയ്തുകൊണ്ടിരുന്ന് കാണുമോ? അത് അനിൽ കണ്ടു കാണുമോ? അതുകൊണ്ടാണോ അദ്ദേഹത്തെ കൊന്നത്? ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ പോലീസിന്റെ മനസ്സിൽ വന്നു. അങ്ങനെ അവരുടേതായ രീതിയിൽ ഭാനുവിനെ ചോദ്യം ചെയ്യുമ്പോഴാണ് അവൾ ഒരുപാട് സത്യങ്ങൾ പറയാൻ തുടങ്ങിയത്. അനിൽ ചൗധരിയുടെ മരണത്തിന് പുറകിൽ ഇങ്ങനെയും ഒരു കാരണം ഉണ്ടായിരുന്നു. ഇത്രയും വൃത്തികെട്ട ഒരു കാരണത്തിന് വേണ്ടിയാണോ അദ്ദേഹം മരിച്ചത് എന്നുള്ളത് കേട്ടപ്പോൾ പോലീസിന് തന്നെ അത് വലിയ ഞെട്ടലുണ്ടാക്കി. സംഭവിച്ചത് എന്താണെന്ന് ഞാൻ പറയാം. അവരുടെ മകളായ മോനികയും പവനും പ്രണയിച്ചു. അവരുടെ വിവാഹവും കഴിഞ്ഞു. മകളായ മോനിക സ്വന്തം വീട്ടിൽ തന്നെ ആയിരിക്കണമെന്നായിരുന്നു ആ കുടുംബത്തിന്റെ ആദ്യത്തെ കണ്ടീഷൻ. പവന് വേണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ വന്ന് അവളെ കാണാം, അതല്ലെങ്കിൽ പവൻ ഈ വീട്ടിൽ തന്നെ താമസമാക്കുകയും ചെയ്യാം. അതൊക്കെ പവന്റെ ഇഷ്ടമാണെന്നും അവർ കൂട്ടിച്ചേർത്തിരുന്നു. പവന്റെ വീട്ടുകാരും അതിന് സമ്മതിച്ചു. അവൻ ഈ വീട്ടിലായിരിക്കുമ്പോൾ യാതൊരു പ്രയോജനവുമില്ല, അവനവന്റെ ഭാര്യ വീട്ടിൽ തന്നെ പോകട്ടെ എന്ന് അവരും പറഞ്ഞു. എന്നാൽ അതേസമയം മോനികയ്ക്ക് അവളുടെ അച്ഛനും അമ്മയും നൽകിയ ആദ്യത്തെ ഉപദേശം കോളേജ് പഠിത്തം അവസാനിക്കുന്നതുവരെയും കുഞ്ഞിനെ കുറിച്ചൊന്നും ചിന്തിക്കാൻ പാടില്ല എന്നായിരുന്നു. അതിനാൽ മോനിക പവനിൽ നിന്നും ഒരല്പം അകലം പാലിച്ചു. അവർ ഒരേ മുറിയിലാണ് താമസിച്ചതെങ്കിലും അവർക്കിടയിൽ ഒന്നും തന്നെ സംഭവിച്ചില്ല. ഇത് ഒന്നുകൂടെ സ്ഥിരീകരിക്കാൻ പോലീസ് മോനികയെയും ചോദ്യം ചെയ്തു. അവളും അത് തന്നെ പറഞ്ഞു. എനിക്കും എന്റെ ഭർത്താവിനും ഇടയിൽ ഒരല്പം അകലമുണ്ടായിരുന്നു. ഞങ്ങൾക്കിടയിൽ കുഞ്ഞെന്ന കാര്യം ആവശ്യമില്ല എന്നതിനു വേണ്ടി ഞങ്ങൾ അങ്ങനെ തന്നെ ദിവസങ്ങൾ തള്ളി നീക്കി. എന്നാൽ ഇങ്ങനെയെല്ലാം സംഭവിക്കുമ്പോൾ പവൻ മറ്റൊരു ലോകത്തായിരുന്നു. ഭാര്യ വീട്ടിലാണ് താമസിക്കുന്നത് എന്നറിഞ്ഞിട്ടും അവൻ അവന്റെ മുറിയിലിരുന്ന് ദിവസവും പോൺ വീഡിയോസ് കാണാൻ തുടങ്ങി. അതിനവൻ അഡിക്റ്റ് ആകാൻ തുടങ്ങി. ദിവസം മുഴുവനും അങ്ങനെയുള്ള വീഡിയോസ് കണ്ട് അവന്റെ കൺമുൻപിൽ എന്ത് കണ്ടാലും അങ്ങനെയുള്ള ചിന്ത മാത്രം വരാൻ തുടങ്ങി. ഭാര്യ തന്നെ അടുപ്പിക്കാത്തത് കൊണ്ട് അവൻ സ്വന്തം മുറിയിലിരുന്ന് സ്വയം ഭോഗം ചെയ്യാൻ തുടങ്ങി. താൻ മറ്റൊരു വീട്ടിലാണ്, ഇവിടെ മറ്റു ചിലരുണ്ട്, ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്ന തോന്നലൊന്നും അവനില്ലായിരുന്നു. അവന്റെ ചിന്തയെല്ലാം ഇതേ വീട്ടിൽ സ്വന്തം അമ്മായിയമ്മയാണ് ആ വീട്ടിലുള്ളത് എന്നല്ല അവന് തോന്നിയത്. പകരം ഒരു സ്ത്രീ ആ വീട്ടിലുണ്ട് എന്ന് മാത്രമാണ്. ഭാനുവിനും 40 വയസ്സാണ്, കാണാനും ഒരല്പം സുന്ദരിയാണ്. അങ്ങനെ അവൻ സ്വന്തം അമ്മായിയമ്മയെ നോക്കുന്ന രീതികളും മാറി തുടങ്ങി. അവരോട് ആവശ്യമില്ലാത്ത ഒരു ഇഷ്ടം തോന്നാൻ തുടങ്ങി. ഭാര്യയെ ലഭിക്കുന്നില്ല, ഭാര്യയുടെ അമ്മയായാലും പ്രശ്നമില്ല എന്നാണ് തോന്നിയത്. അവരും ഇവിടെ വീട്ടിൽ ഒറ്റയ്ക്കാണ്, ഭർത്താവ് ഗൾഫിലാണ്. അപ്പോൾ പിന്നെ തനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ എന്നൊരു തോന്നലുണ്ടായി. ഇടയ്ക്കിടയ്ക്ക് അമ്മായിയമ്മയായ ഭാനു പവന്റെ മുറിയിൽ വന്ന് എന്തെങ്കിലും കഴിക്കാൻ വേണോ, ചായ വേണോ, വെള്ളം വേണോ, സ്നാക്സ് വേണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ പവൻ ഭാനുവിനെ നോക്കുന്ന രീതികൾ മാറി. അവൻ തന്നെ ഏത് രീതിയിൽ നോക്കുന്നു എന്നുള്ളത് പതിയെ ഭാനുവിന് മനസ്സിലായി. അവൻ അകത്ത് എന്ത് ചെയ്യുന്നു എന്നറിയാനായി അവനെ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഇടയ്ക്കിടയ്ക്ക് കഥകിനടുത്ത് വന്നു നിന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങി. അവൻ അകത്തിരുന്ന് പോൺ വീഡിയോസ് കാണുന്നു എന്നുള്ളത് അവർക്ക് മനസ്സിലായി. അത്രയേറെ ശബ്ദത്തോടു കൂടിയായിരുന്നു അവൻ ആ വീഡിയോസ് കാണുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഭാനുവിന് മനസ്സിലാകണം. തന്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് ഭാനുവിന് മനസ്സിലാക്കി കൊടുക്കാൻ അവൻ ആഗ്രഹിച്ചിരുന്നു. അതേസമയം ഭാനുവിനും ഒരു അമ്മായിയമ്മ ആയിരിക്കണം എന്നല്ല തോന്നിയത്. പകരം അവൻ തന്നെ എങ്ങനെയാണോ കാണുന്നത് അതേ രീതിയിൽ തന്നെ ആയിരിക്കാനായിരുന്നു അവളും ആഗ്രഹിച്ചത്. തന്റെ മകളെ ചതിക്കാൻ പാടില്ല എന്ന ചെറിയ ചിന്ത പോലും തോന്നിയില്ല. അവർക്ക് തോന്നിയതെല്ലാം
ഭർത്താവ് ഗൾഫിൽ പോവുകയാണ്, ഇടയ്ക്കിടയ്ക്ക് വരും, തനിക്ക് യാതൊരു സന്തോഷവും ഇല്ല, ഞാനും എത്ര ദിവസം ഇങ്ങനെ തന്നെ ജീവിക്കും, മരുമകനുമായി ഒരു ബന്ധം സൃഷ്ടിക്കുന്നതിലൂടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, എനിക്കും അവനും ആവശ്യമായ ഒരു സന്തോഷം ലഭിക്കും, മകൾ കോളേജിൽ പോയി, ഭർത്താവ് ഗൾഫിൽ, ഇവർക്ക് രണ്ടുപേർക്കും ഇത് അറിയാനുള്ള യാതൊരു സാധ്യതയുമില്ല, ഇത് കാരണം ആർക്കും ഒരു പ്രശ്നവും വരില്ല എന്ന് കരുതി ഭാനു പവന്റെ മുറിയിലേക്ക് പോകും. അന്നു മുതൽ ഇവർക്ക് രണ്ടുപേർക്കും ഇടയിൽ ഒരു തെറ്റായ ബന്ധമുണ്ടാകാൻ തുടങ്ങി. മോനിക കോളേജിൽ പോകുമ്പോഴെല്ലാം ഇത് തുടരുകയും ചെയ്തു. അമ്മായിയമ്മ മരുമകൻ എന്ന ബന്ധത്തെ തന്നെ അവർ കളങ്കപ്പെടുത്താൻ തുടങ്ങി. അപ്പോഴായിരുന്നു ജീവിതത്തിൽ ഇത്രയേറെ ഒരു വഴിത്തിരിവ് സംഭവിക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. 2022 ഓഗസ്റ്റ് മാസം 10-ാം തീയതി അനിൽ ചൗധരി തന്റെ കുടുംബത്തിന് ഒരു വലിയ സർപ്രൈസ് നൽകണമെന്ന ആഗ്രഹത്തോടു കൂടി ഗൾഫിൽ നിന്ന് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് ആർക്കും അറിയാതെ സ്വന്തം വീടിന് മുൻപിൽ വന്ന് നിന്നു. മുൻവശത്തെ വാതിൽ തുറന്നു കിടക്കുകയാണ്. വാതിൽ എന്തുകൊണ്ട് തുറന്നു വച്ചിരിക്കുന്നു എന്ന് ചിന്തിച്ചുകൊണ്ട് അദ്ദേഹം അകത്തേക്ക് കയറി. വീടിനുള്ളിലും നോക്കി. അടുക്കളയിൽ ഭാര്യയില്ല. ആ വീടിനുള്ളിലെ എല്ലാ മുറികളും പരിശോധിച്ചു. ഒരേ ഒരു ബെഡ്റൂം മാത്രം അടച്ചിട്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം ആ വാതിൽ തുറന്നു. തന്റെ ജീവിതത്തിൽ തന്റെ വീടിനുള്ളിൽ ഇത്രയേറെ മോശമായ ഒരു കാര്യം സംഭവിക്കുന്നല്ലോ എന്നുള്ളത് അദ്ദേഹം ആ സമയം മനസ്സിലാക്കി. സ്വന്തം ഭാര്യയും മരുമകനും ഒരേ കട്ടിലിൽ കിടക്കുന്നത് അദ്ദേഹം തന്റെ കൺമുൻപിൽ കണ്ടു. ഹൃദയം കീറി മുറിയുന്ന ഒരു വേദനയായിരുന്നു. രണ്ടുപേരെയും ഒരുമിച്ച് കണ്ടപ്പോൾ എന്ത് ചെയ്യണമെന്നേ അറിയില്ല. അതേ അവസ്ഥ തന്നെയായിരുന്നു അവർക്കും. ഭർത്താവ് കൺമുൻപിൽ വന്ന് നിന്നപ്പോൾ അവർക്കും എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അദ്ദേഹത്തോട് സംസാരിക്കണോ, കാര്യങ്ങളെല്ലാം വിശദീകരിക്കണോ, അതോ അയാളെ കൊല്ലണോ? അതെ, കൊല്ലാം, അത് തന്നെയാണ് നല്ലതെന്ന് അവർക്ക് തോന്നി. ഉടൻ തന്നെ പവൻ ചെന്ന് ഒരു തുണി എടുത്തുകൊണ്ടുവന്നു. എന്നിട്ട് അനിൽ ചൗധരിയെ പിടിച്ച് താഴെ തള്ളിയിട്ടു. ഭാര്യ ഭർത്താവിന്റെ കാലുകൾ പിടിച്ചു വെച്ചു. പവൻ ഒരു ഷോൾ എടുത്തുകൊണ്ടുവന്ന് അതേ സ്ഥലത്ത് വെച്ച് തന്നെ അനിൽ ചൗധരിയെ കഴുത്ത് ഞെരിച്ചു കൊല്ലുന്നു. ഈ കരയുന്ന അതേ സമയം ഭാനു കാല് പിടിച്ച് കരയുകയാണ്. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഞങ്ങൾക്ക് സർപ്രൈസ് തന്നത്? എന്തിനു വേണ്ടിയാണ് പറയാതെ വന്നത്? ഇപ്പോൾ ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നേ അറിയില്ല. ഇങ്ങനെ ചെയ്യാതിരുന്നാൽ കുടുംബം തന്നെ നശിക്കും. നിങ്ങളെ കൊല്ലുന്നതല്ലാതെ ഞങ്ങൾക്ക് മറ്റു മാർഗമില്ല എന്ന് കരഞ്ഞുകൊണ്ട് ആ കാല് പിടിച്ചിരുന്നു. മരിച്ചുവെന്ന് ഉറപ്പായതും വീടിന് മുൻപിൽ കൊണ്ടുവന്ന് ഡെഡ് ബോഡി ഇട്ടു. കോളിംഗ് ബെൽ അടിച്ചുവെന്നും വാതിൽ തുറന്നപ്പോൾ മുൻപിൽ ഡെഡ് ബോഡി ഉണ്ടായിരുന്നുവെന്നും നിലവിളിച്ച് കരഞ്ഞുവെന്നും അത് കേട്ട പവനും ഓടി വന്നു. അവനും കണ്ട് നിലവിളിച്ച് കരയാൻ തുടങ്ങിയെന്ന് എല്ലാവരോടും പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ തുടങ്ങി. തന്റെ അമ്മയുടെ ഈ ഒരു മൊഴി കേട്ടപ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ടു നിന്ന മോനികയ്ക്ക് ഒന്നും വിശ്വസിക്കാൻ സാധിച്ചില്ല. തന്റെ അമ്മ ഇത്രത്തോളം തരം താഴ്ന്ന ഒരു സ്ത്രീയാണോ? ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുമോ? താൻ പ്രണയിച്ച ഒരാളെ വിവാഹം കഴിച്ചു, അയാളുടെ മനസ്സ് ഇത്രയും പെട്ടെന്ന് മാറുമോ? ഭാര്യയുടെ അമ്മയുമായി അയാൾക്കൊരു ബന്ധം പുലർത്താൻ എങ്ങനെ മനസ്സ് വന്നു? മോനിക വല്ലാതെ തളർന്ന ഒരവസ്ഥയിലായി. അവളുടെ മനസ്സെല്ലാം ശൂന്യമായി. പോലീസ് രണ്ടുപേരെയും അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. എന്നാൽ മോനികയുടെ ജീവിതത്തിൽ നിന്നും ഈ ഒരു കളങ്കത്തെ എങ്ങനെ എടുത്തു മാറ്റുമെന്ന് അവൾക്കറിയില്ല. സ്വന്തം അമ്മ ചെയ്ത ചതി മനസ്സിൽ ചുമന്നുകൊണ്ട് അവൾ എങ്ങനെ ജീവിക്കും? അവളുടെ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കുക. അച്ഛനെ തന്നെ കൊന്ന അമ്മ, അമ്മയുമായി ഒരു തെറ്റായ ബന്ധം പുലർത്തിയ ഭർത്താവ്, ഒരിക്കലും മുറിച്ചു മാറ്റാൻ കഴിയാത്ത അമ്മ എന്ന ബന്ധത്തെ തന്റെ മനസ്സിൽ നിന്നും എങ്ങനെ പിഴുതെറിയണമെന്ന് അറിയാത്ത അവസ്ഥയിൽ അവൾ എങ്ങനെ മരണം വരെ ജീവിക്കും? ഓരോ അച്ഛനും അമ്മയും എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നതിന് മുൻപ് ആ തെറ്റു കാരണം സ്വന്തം മക്കൾ എത്രത്തോളം കഷ്ടപ്പെടും എന്നുള്ളത് ചിന്തിച്ചാൽ മതി. ആ ചിന്ത വന്നാൽ മാത്രം മതി ആ തെറ്റിൽ നിന്നും അവർ ഒഴിഞ്ഞു മാറാൻ. കുടുംബത്തിൽ ലഭിക്കുന്ന സ്നേഹം ഉപേക്ഷിച്ചിട്ട് കാമം എന്ന ചെള്ളിക്കുള്ളിലേക്ക് പോകുന്ന എല്ലാവർക്കും അവസാനം ഇങ്ങനൊരു അവസ്ഥയായിരിക്കും വരിക. എവിടെയെല്ലാമാണോ ഒരു തെറ്റായ ബന്ധം തുടങ്ങുന്നത് അവിടെയെല്ലാം ഒരു കൊലപാതകത്തിലായിരിക്കും അവസാനിക്കുക. ഇവിടെ ഭാനുവിനും പവനും ഇടയിലുണ്ടായ ഒരു തെറ്റായ ബന്ധം യാതൊരു തെറ്റും ചെയ്യാത്ത എല്ലാവർക്കും നല്ലത് മാത്രം ചിന്തിച്ച അനിൽ ചൗധരിയുടെ ജീവൻ എടുത്തു. ഇപ്പോഴും ഈ ഒരു കേസ് കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് എന്ത് ശിക്ഷ ലഭിക്കും എന്നറിയില്ല. ഇവർക്ക് എന്ത് ശിക്ഷ ലഭിക്കണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഇപ്പോ ഈ പറഞ്ഞ സംഭവത്തിലെ ഭാനു, പവൻ, അനിൽ ചൗധരി, ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇന്ത്യയിൽ ഒരുപാട് സംഭവിക്കുന്നുണ്ട്. ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അടിമയാവുകയും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ തന്നെ നശിപ്പിക്കുകയും ചെയ്യാതിരിക്കുക. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇങ്ങനെയുള്ള ക്രൈം ത്രില്ലേഴ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് നമ്മുടെ ചാനൽ മറക്കാതെ സജസ്റ്റ് ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.